ഹലോ ഗൈസ്, സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് സിസ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അരീക്കൽ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. സോ ഇതാണ് ഇവിടെയുള്ള സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ. ബുഹാരി റൈസ് ആൻഡ് മലൈ ടിക്ക. സോ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. ഓപ്പൺ കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. സോ മഴയായതുകൊണ്ട് കുടയൊക്കെ പിടിച്ചാൽ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നമുക്ക് സിറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഓർഡർ ചെയ്തത് ബുഹാരി റൈസ് ആയിരുന്നു. സോ അതിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് ചിക്കനൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ കണ്ട ടിക്കയും കുഴപ്പമില്ല, മയോണീസ് ഒഴിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. സോ എന്തായാലും നമുക്കൊരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ കാണുമ്പോൾ നല്ല മുകളിൽ മയോണീസാണോ അതോ ക്രീം സോസാണോ എന്താണെന്നറിയില്ല. സോ എന്തായാലും കഴിച്ചു നോക്കാനിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട്. മയോണീസ് തന്നെയായിരുന്നു. സോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സോ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ടുള്ള ചിക്കൻ ടിക്കയാണ്. സോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. സോ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ബുഹാരി റൈസ് ടേസ്റ്റ് ചെയ്യാം. സോ അതിൻ്റെ കൂടെ വന്നൊരു അൽഫാം ചിക്കൻ്റെ മുകളിൽ നമുക്ക് എള്ളൊക്കെ ഇട്ടിട്ടുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് അവർ തന്നേക്കണേ. സോ അതും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടായിരുന്നു. സോ ഇച്ചിരി മയോണീസും കൂട്ടി നമ്മുടെ ബുഹാരി റൈസ്, കുഴിമന്തി റൈസ് അല്ല ഇത് ബുഹാരി റൈസ്, ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. കാരണം കുഴിമന്തി അല്ല, ഒരു ബിരിയാണി പ്ലസ് കുഴിമന്തി മിക്സ് ആയിട്ടുള്ളൊരു സംഭവം പോലെ എനിക്ക് തോന്നി ബുഹാരി റൈസ്. ഒരു വെറൈറ്റി സംഭവമായിട്ടുണ്ടായിരുന്നു. സോ ചിക്കനും നല്ല സോഫ്റ്റായിരുന്നു. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കഴിച്ച് തീർക്കട്ടെ ഗൈസ്. സോ ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ ബുഹാരി റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇത് നമ്മുടെ മയോണീസ്. ഇനിയിപ്പോൾ നമ്മുടെ ടേസ്റ്റർ ബ്രോയുടെ അടുത്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ടേസ്റ്റർ ബ്രോ? സോ ഗൈസ് നമ്മളിനി കഴിച്ച് തീർക്കട്ടെ. സോ അങ്ങനെ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മളൊരു ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു മൊജിറ്റോയും. സോ ഗൈസ് നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ ഫുഡിനെ കുറിച്ചുള്ള റിവ്യൂ നമ്മുടെ ടേസ്റ്റർ ബ്രോ പറയുന്നതായിരിക്കും. ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്. മറ്റേ ബുക്കാരി റൈസ് എങ്ങനെയുണ്ടായിരുന്നു അവിടെ? സ്പെഷ്യൽ ബുക്കാരി റൈസ് അടിപൊളിയായിരുന്നു. കുറച്ച് വെറൈറ്റി തോന്നി. പിന്നെ മറ്റേ മലൈ ടിക്കയോ? മലൈ ടിക്ക അത് വെറൈറ്റി ആയിട്ട് തോന്നി. മമ്മിക്ക് എങ്ങനെ തോന്നി? വെറൈറ്റി ആയിരുന്നു. മലൈ ടിക്കയിൽ അധികം മസാല ഒന്നും ഇല്ല. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഒരു ചെറിയ പെപ്പറിൻ്റെ ഇത് മാത്രമേ കൂടുതൽ ഉള്ളൂ. അതുകൊണ്ട് എരിവൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. സോ ഗൈസ് അപ്പോൾ ഫുഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. നമുക്കെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. മലൈ ചിക്കൻ ടിക്ക ആയാലും ബുക്കാരി റൈസ് വിത്ത് അൽഫാം ആയാലും സംഭവം അടിപൊളിയായിരുന്നു. സോ എന്തായാലും എല്ലാവരും ഈ കറൂറ്റി റൂട്ടിൽ പോവുകയാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാൻ പറ്റിയൊരു അടിപൊളി കടയാണ് സിസ്ലേഴ്സ്. സോ അടുത്തൊരു ഫുഡ് വ്ലോഗ് അല്ലെങ്കിൽ ഫുഡ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.